വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ വഴികൾ. ഏവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം. ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, തുടർന്നും എൻ്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുക. എമ്പുരാൻ വീണ്ടും ആശങ്കകളും ആശ്ചര്യവും ഉയർത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. കടുംപെട്ടിന് ശേഷം സിനിമ വീണ്ടും തിയേറ്ററിൽ വരുന്നതിന് മുന്നോടിയായി ആന്റണി പെരുമ്പാവൂരിൻ്റെ വെളിച്ചപ്പെടൽ നടന്നിരിക്കുന്നു. മോഹൻലാൽ ഇതിൻ്റെ പ്രിവ്യൂ കണ്ടിരുന്നു. മോഹൻലാൽ സാറിന് ഈ സിനിമയുടെ കഥ അറിയാം, എനിക്കറിയാം, ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത് അറിയില്ല എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിട്ടില്ല, ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. അപ്പോൾ ആ ചോദ്യത്തിന് ഉത്തരം കിട്ടി. എല്ലാവരും പറഞ്ഞു പാവം മോഹൻലാലിനെ പറ്റിച്ചതാണെന്ന്. എന്തിന്, നമ്മളെ രവിയണ്ണൻ വരെ ദൈവത്തെ പിടിച്ച് സത്യം ചെയ്തു ലാലേട്ടൻ സിനിമയുടെ പ്രിവ്യൂ കണ്ടില്ലാന്ന്, സിനിമയെ കഥയെക്കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നുവെന്ന്. രവിയേട്ടൻ്റെ പടം പോലും ലാലേട്ടൻ അങ്ങനെയാണ് ചെയ്യാറ് പോലും. പാവത്തിന് സിനിമ കാണാനും അതിൻ്റെ കഥകൾ കേൾക്കാനും ഒന്നും നേരം ഉണ്ടാവാറില്ലത്രേ. ശരിയാണ് രവിയണ്ണ, ലാലേട്ടൻ്റെ എമ്പുരാൻ്റെ കഥ മുഴുവൻ അറിയാമായിരുന്നോ? ആന്റണി ചേട്ടൻ പറഞ്ഞല്ലോ ലാലേട്ടൻ്റെ കഥയെല്ലാം വെടിപ്പായി അറിയാമായിരുന്നെന്ന്. അപ്പോൾ എന്തിനാ രവിയണ്ണ കള്ളം പറഞ്ഞത്? അണ്ണനൊരു പട്ടാളക്കാരനല്ലേ? ഇപ്പോഴും മേജർ രവി നുണ പറഞ്ഞോ? ഞാൻ പറയും ഇല്ല. മോഹൻലാൽ നുണ പറഞ്ഞോ? ഇല്ല. ഇതെന്തരണ്ണ അണ്ണ കൺഫ്യൂഷൻ ആക്കണം? അപ്പോൾ പണം മുടക്കി ആന്റണി ചേട്ടനാണോ കളവ് പറയുന്നത്? മേജർ രവി നുണയാണ് പറഞ്ഞത്. ഇപ്പോൾ ശരിയായി. ഇതുവരെ ചങ്കിനകത്തൊരു പെടക്കലായിരുന്നു. ഞാൻ മുമ്പൊരു വീഡിയോയിൽ അണ്ണൻ നുണ പറഞ്ഞു എന്ന് പറഞ്ഞായിരുന്നു. അണ്ണൻ ആദ്യം പറഞ്ഞത് കേട്ടപ്പോൾ എൻ്റെ നെഞ്ചിനകത്തൊരു പെടക്കലായിരുന്നു. ശരിക്കും നെഞ്ച് പൊട്ടിപ്പോയി. മോഹൻലാൽ നുണ പറഞ്ഞു. ഇപ്പൊ സമാധാനായി. അണ്ണൻ പറഞ്ഞല്ലോ, അണ്ണൻ സമ്മതിച്ചല്ലോ ലാലേട്ടനും കള്ളത്തരത്തിന് കൂട്ടുണ്ടെന്ന്. സത്യത്തിൽ ലാലിനെ കൊണ്ടും ആന്റണി പെരുമ്പാവൂരിനെ കൊണ്ടുമൊക്കെ എമ്പുരാന്റെ ചിറവുകൾ എറിയാൻ സമ്മതിച്ചതിന് പിന്നിൽ മേജർ രവിക്കും പങ്കുണ്ടെന്ന് വേണം സംശയിക്കാൻ. അതിന് മൗനാനുവാദം മോഹൻലാലിനും ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് ക്ഷണിക്കപ്പെടാത്തൊരു അതിഥിയെപ്പോലെ ലാലിനെ വെള്ളപൂശാൻ മേജർ രവി വന്നതും ഒരു കളവ് പറഞ്ഞ് ഒപ്പിക്കാൻ ശ്രമിച്ചതും. അതുകൊണ്ടാണ് മേജർ രവി പറഞ്ഞത് ശരിയല്ല, എനിക്ക് കഥ മുഴുവൻ അറിയാമായിരുന്നെന്ന് ലാൽ സമ്മതിക്കാതിരുന്നത്. ഭയം എന്നുള്ളതല്ല, നമ്മളൊരു സമൂഹത്തിൽ ജീവിക്കുന്നതാണല്ലോ. അപ്പം നമ്മൾ മറ്റുള്ള ആൾക്കാരെ ദ്രോഹിക്കാനോ അല്ലെങ്കിൽ വേറെ ആൾക്ക് വിഷമമുണ്ടാകുന്ന കാര്യങ്ങളൊന്നും ജീവിതത്തിൽ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് സിനിമ ചെയ്യുന്ന ഒരു ഗ്രൂപ്പല്ല ഞങ്ങളാരും. മോഹൻലാൽ സാറും അതെ, പൃഥ്വിരാജും അതെ. എൻ്റെ അനുഭവത്തിൽ ഇതുവരെയുള്ള അങ്ങനത്തെ ഒരു ഇൻസിഡൻറ്റും ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾക്ക് കേട്ടിട്ടില്ല. അങ്ങനെയുള്ളൊരു അസോസിയേഷനിൽ നമ്മൾ പോയിട്ടില്ല. ഈ സിനിമ വന്നപ്പോൾ ഏതെങ്കിലും ആൾക്കാർക്ക് അതിനകത്ത് സങ്കടമുണ്ടെങ്കിൽ ആ സങ്കടത്തിനെ നമ്മൾ കറക്റ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്വം ഒരു സിനിമാ നിർമ്മാതാവ് എന്നുള്ള നിലയിലും സംവിധായകനും അതിനകത്ത് അഭിനയിച്ച ആൾക്കാർക്കും ഒക്കെ ഒരു ബാധ്യതയുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ആ വിശ്വാസത്തിൻ്റെ പേരിൽ ഞങ്ങളുടേതായ ഒരു തീരുമാനമാണ്, ഞങ്ങൾ ഒന്നിച്ച് കൂടായിട്ട് എടുത്തൊരു തീരുമാനമാണ്. അതിലൂടെയാണ് ഈ ഒരു എഡിറ്റ് നടന്നിരിക്കുന്നത്. ആന്റണി ചേട്ടനോട് ഒന്നേ ചോദിക്കാനുള്ളൂ. സിനിമയുടെ തിരക്കഥ വായിക്കുമ്പോൾ നിങ്ങളൊക്കെ ഏത് ചത്തോന്റെ കുന്തിരിക്ക പോവുകയായിരുന്നെന്ന്. തിരക്കഥ വായിച്ചു കേട്ടപ്പോൾ മനസ്സിലായിരുന്നില്ലേ, ഈ കഥ സിനിമയായി കഴിഞ്ഞാൽ ഇത് ഭരണവർഗ ക്രൂരതയുടെ പരിച്ഛേദമായതുകൊണ്ട് ഹാലിളകി വരാൻ സംഘശക്തികൾ ഉണ്ടാകും എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരുന്നില്ലേ? അത് മനസ്സിലാക്കാൻ കഴിയാത്ത പോഴന്മാരായിരുന്നു നിങ്ങളെല്ലാവരും. ഇപ്പോൾ കുമ്പസരിക്കാനും സിനിമയുടെ സുന്നത്ത് കഴിക്കാനുമൊക്കെ നിങ്ങളുടെ ആണത്തം പണയം വെച്ചോ? ഒന്നുകിൽ ആദ്യം തീരുമാനിക്കണം, ഇത് ചിലരെയൊക്കെ പൊള്ളിക്കും, അതുകൊണ്ട് ഇങ്ങനെയൊരു സിനിമ വേണ്ട എന്ന്. അല്ലെങ്കിൽ ചാടി പുറപ്പെട്ട നിലയ്ക്ക് ദൗത്യം പൂർത്തീകരിച്ച് വീട്ടിലേക്ക് തിരിച്ചു വരുമെന്നും ഉറപ്പിക്കണം. അതല്ലാതെ ഒരുമാതിരി ആണും പെണ്ണും കെട്ട നിലയിൽ പ്രവർത്തിക്കരുത്. ഇപ്പോൾ പേരുദോഷമുണ്ടാക്കിയത് അണിയറ ശില്പികൾക്ക് മാത്രമല്ല, നിങ്ങളെ സപ്പോർട്ട് ചെയ്ത മുഴുവൻ ജനതയ്ക്കുമാണ്. കേരളത്തിലെ ഭരണ പ്രതിപക്ഷ നേതാക്കന്മാർക്കാണ്, സാംസ്കാരിക രംഗത്തെ പ്രവർത്തകർക്കാണ്, ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനു വേണ്ടി മുറവിളി കൂട്ടുന്ന എഴുത്തുകാർക്കും സാംസ്കാരിക പ്രവർത്തകർക്കുമാണ്. എമ്പുരാൻ റീ എഡിറ്റിങ്ങിനെ കുറിച്ച് ഡോക്ടർ ഗീവർഗീസ് മാർ കുറിലോസ് അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയുന്നത് നമുക്ക് കേൾക്കാം. അതായത് നേരിട്ട് ഒരു കോടതിയിലും ഈ കേസില്ല കേട്ടോ. ഈ സിനിമ എഡിറ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആരും കേസ് കൊടുക്കാൻ പോയിട്ടില്ല. ഒരു ഉദ്യോഗസ്ഥനും അത് ആവശ്യപ്പെട്ടിട്ടില്ല. ഏതെങ്കിലും ഒരു ഉത്തരവാദിത്തപ്പെട്ട പാർട്ടി നേരിട്ട് സെൻസറിങ് വേണമെന്ന് പറഞ്ഞിട്ടില്ല. എന്നാൽ ഈ ബജ്രംഗ് ദൾ, ഹനുമാൻ സേന, ഈ പറയുന്ന RSSന്റെ മുഖപത്രം, ഇവരൊക്കെ ഒരു വലിയ സമ്മർദ്ദം ഉണ്ടാക്കുന്നു. അതിൻ്റെ ഭാഗമായി 2 മിനിറ്റ് 8 സെക്കൻഡ് ദൈർഘ്യം ഇന്നിപ്പോൾ അതിൽ നിന്ന് എഡിറ്റ് ചെയ്യപ്പെടുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. വെട്ടേറ്റ എമ്പുരാൻ എന്ന മട്ടിലേക്കാണ് ഇനി ആ സിനിമ ഇന്നു മുതൽ
തിയേറ്ററുകളിൽ കളിക്കാൻ പോകുന്നത്. ഈ ഒരു സാഹചര്യത്തെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത് ഡോക്ടർ ഗീവർഗീസ് മാർ കൂർലോസ്? ഞാനിതിനെ വലിയ ഗൗരവമായൊരു പ്രശ്നമായിട്ട് തന്നെയാണ് കാണുന്നത്. നമ്മൾ പറഞ്ഞ് ക്ലീഷേ ആയതാണെങ്കിലും ഫാഷിസത്തിൻ്റെ ഒരു വലിയ കടന്നുകയറ്റത്തിൻ്റെ ഒരു പ്രകടഭാവമായിട്ട് തന്നെയാണ് ഞാനിതിനെ കാണുന്നത്. അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഇങ്ങോട്ടാരും ആവശ്യപ്പെടാതെ തന്നെ സ്വമേധയാ എഡിറ്റിങ്ങിന് വിധേയമാകുക എന്ന് പറയുന്നത് ഭീരുത്വം തന്നെയാണ്. ഇനി ആവശ്യപ്പെട്ടാൽ പോലും അതിന് വഴങ്ങേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവിടെ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഇന്ത്യൻ ഭരണഘടന നമുക്ക് നൽകുന്ന അവകാശമാണ്. ആവിഷ്കാര സ്വാതന്ത്ര്യം, ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് നമ്മൾ പ്രാണവായു പോലെ കാത്തു സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. അതില്ലാതായാൽ ജനാധിപത്യമില്ല. അങ്ങനെ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചതിലെ 1-2 പേരും പേരൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല, അവരൊക്കെ ഇച്ചിരി ധൈര്യശാലികളാണെന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അവരൊക്കെ ധൈര്യമൊക്കെ നമ്മൾ പല സന്ദർഭങ്ങളിലൊക്കെ കണ്ടതാ. കേട്ടല്ലോ ഡോക്ടർ ഗീവർഗീസ് മാർ കൂർലോസിന്റെ അഭിപ്രായം. ഫാഷിസത്തെ വെറുക്കുന്ന, ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതിനെ വെറുക്കുന്ന ഏതൊരാളും ഇങ്ങനെ പറയും. ഇവിടെ പ്രതികരിക്കുന്നത് ഹിന്ദു സമൂഹത്തിനെതിരെയല്ല, നമ്മുടെ ദേശീയതയല്ല, മറിച്ച് അമിത ദേശീയതയും ഫാസിസ്റ്റ് മനോഭാവത്തെയുമാണ്. ഭരണകൂട ഭീകരത അത് ഏതൊരു സമൂഹത്തിനെതിരെയായാലും ശരി, അതിനെ എതിർക്കപ്പെടേണ്ടതാണ്. വ്യക്തികളിൽ നിന്നും സമൂഹത്തിൽ നിന്നും തെറ്റുകൾ ഉണ്ടാവാം. എന്നാൽ ആ തെറ്റുകളെ തിരുത്തേണ്ടതും കുറ്റവാളികൾക്ക് ശിക്ഷ നൽകേണ്ടതും ഭരണകൂടവും കോടതിയുമാണ്. അതല്ലാതെ സംഭവിച്ച തെറ്റിനെ മറ്റൊരു തെറ്റുകൊണ്ട് തിരുത്താൻ അല്ലെങ്കിൽ അധികരിക്കാൻ ഗവൺമെന്റ് കൂട്ടുനിൽക്കുകയല്ല വേണ്ടത്, ഭരണവർഗം കൂട്ടുനിൽക്കുകയല്ല വേണ്ടത്. അങ്ങനെ കൂട്ടുനിൽക്കുമ്പോഴാണ് ഫാസിസം അതിൻ്റെ ഭീകരരൂപം പ്രാപിക്കുന്നത്.